ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്ടിവ BS6 മോഡൽ വണ്ടിയാണ്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ ബാക്കിൽ ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാനാണ്. അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്ക് ബ്രേക്ക് ക്ലീൻ ചെയ്തിടാം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്ത പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എയറടിച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് യൂണിറ്റാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബെൽറ്റിനായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്ലഗിനായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. അതുപോലെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ട്, അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട്. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആംബ്രോണ്ട് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. അപ്പോൾ നിലവിലിപ്പോൾ സെൽഫൊക്കെ വരയ്ക്കാൻ കാണാം. എന്നാലും ബാറ്ററി പോലെ കംപ്ലയിൻ്റ് ഉണ്ടോ കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.99 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് വീലും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. കഴിഞ്ഞാൽ ഫ്രണ്ട് വീലും കൂടി ഒന്ന് അയച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ വേറെ അങ്ങനെ പറയത്തന്നെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നിലവിൽ സർവീസിൻ്റേതായ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ വേറൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ടയർ അത്യാവശ്യം മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ടയർ എത്രയും പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. ബാക്കിൽ ടയർ കൂടി മാറ്റാറായില്ല. പിന്നെ നമ്മൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ ടയർ മാറ്റണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം. ടയർ കൂടാതുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയുന്നത്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.